അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്ന ജുനിപ്പറിൽ എങ്ങനെയാണ് കോൺഫിഗറേഷൻ ബാക്കപ്പ് എടുക്കുക, അതുപോലെ എങ്ങനെയാണ് തിരിച്ച് ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ലോഗിൻ ചെയ്യുന്നുണ്ട്. റൂട്ട് 1 2 3 CL. ഓക്കെ, എഡിറ്റ്. ഇപ്പം ഈ ഒരു ജുനിപ്പർ ഡിവൈസിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിലുള്ള കോൺഫിഗറേഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. ഷോ പൈപ്പ്ലൈൻ ഡിസ്പ്ലേ സെറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഡിവൈസിലുള്ള കോൺഫിഗറേഷൻ. ഇതിൽ ഇവിടെ നോക്കിയാൽ കാണാം VLAN ഇൻഫർമേഷൻ ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ അതുപോലെ എല്ലാ ഇൻ്റർഫേസിലും ആ VLAN ടാഗ് ചെയ്ത് കാണാം. ഇവിടെ നോക്കിയാൽ IRB ഇൻ്റർഫേസിനൊരു IP കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ നോക്കിയാൽ ഈ സ്വിച്ചിൽ VLAN ഇൻഫർമേഷൻ കാണിക്കുന്നുണ്ട്. കോൺഫിഗർ ചെയ്ത VLAN ആണിത്. ഓക്കെ, അപ്പോൾ ഈ കോൺഫിഗറേഷൻ എങ്ങനെയാണ് നമ്മൾ ബാക്കപ്പ് എടുക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. ഞാൻ ഫസ്റ്റ് തന്നെ ഓപ്പറേഷണൽ മോഡിലേക്ക് പോകുന്നുണ്ട്. ഇതിനുവേണ്ടി എക്സിറ്റ് അടിച്ച്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഓപ്പറേഷണൽ മോഡിലാണ് നിൽക്കുന്നത്. അപ്പം ഇവിടെ വന്നിട്ട് ഞാൻ ഷോ കോൺഫിഗറേഷൻ പൈപ്പ്ലൈൻ ഡിസ്പ്ലേ സെറ്റ്. ഇത് നമ്മളിപ്പോൾ സെറ്റ് ഫോർമാറ്റിലുള്ള കോൺഫിഗറേഷനാണ് എടുക്കാൻ പോകുന്നത്. അതായത് ഈ കാണുന്ന സെയിം ഫോർമാറ്റിൽ സെറ്റ് പൈപ്പ്ലൈൻ സേവ്. ഇനി സേവ് ചെയ്യേണ്ട പാത്ത് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. /var/temp. ഇനി ഫയൽ നെയിം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഫയൽ നെയിം കൊടുക്കണം. ബാക്കപ്പ് എന്ന് കൊടുക്കാം. ഓക്കെ, ബാക്കപ്പ്. ഓക്കെ, ബാക്കപ്പ് 1 എൻ്റർ കൊടുത്ത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ കാണാം 112 ലൈൻസ് ഓഫ് ഔട്ട്പുട്ട് ടു ഈ ഒരു പാത്തിൽ, അതായത് ഈ പാത്തിൽ ഈ ഫയൽ നെയിമിൽ സേവ് ആയിട്ടുണ്ടെന്ന്. ബാക്കപ്പ് 1 എന്ന് പറഞ്ഞ ഫയൽ നെയിമിൽ സേവ് ആയിട്ടുണ്ടെന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ലിസ്റ്റ് ചെയ്യണമെങ്കിൽ, അതായത് ആ ബാക്കപ്പിൽ സേവ് ആയ കോൺഫിഗറേഷൻ ഷോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഫയൽ ഷോ ഇനി പാത്ത് നെയിം. അപ്പോൾ പാത്ത് var temp. ഇനി ഫയൽ നെയിം ബാക്കപ്പ് 1 എന്നാണ് കൊടുത്തത്. ഓക്കെ, ഞാൻ ഷോ ചെയ്താൽ കാണാം നമ്മൾ ഡിസ്പ്ലേ സെറ്റ് അടിച്ച് ഷോ ചെയ്യുന്ന സെയിം ഫോർമാറ്റിൽ തന്നെയാണ്, അതായത് സെറ്റ് ഫോർമാറ്റിൽ തന്നെയാണ് ഈ ഒരു ഫയലും സേവ് ആയത്. ഓക്കെ, നമുക്ക് 2 ടൈപ്പിൽ ചെയ്യാം. ഹയറാർക്കിക്കൽ ഫോർമാറ്റിൽ ചെയ്യാം, സെറ്റ് ഫോർമാറ്റിലും ചെയ്യാം. അപ്പോൾ ഇപ്പോൾ സെറ്റ് ഫോർമാറ്റിലാണ് ഫയൽ സേവ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ കോൺഫിഗറേഷൻ ഫയൽ. ഓക്കെ, ഇനി ഒന്ന് എഡിറ്റ് പോകുന്നുണ്ട് ഞാൻ. എഡിറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബാക്കപ്പ് എടുക്കുക. ബാക്കപ്പ് നമ്മുടെ ഈ ഒരു ഫോർമാറ്റിൽ ഫയലിലാണ് കാണിക്കുക. അപ്പോൾ അത് ലിസ്റ്റ് ചെയ്യണമെങ്കിൽ ഫയൽ ലിസ്റ്റ് /var/temp. ഇനി നമ്മുടെ ഫയൽ നെയിം. ഇപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ലൊക്കേഷനിലുള്ള എല്ലാ ഡീറ്റെയിൽസും കാണിക്കും. അപ്പോൾ അതിൽ നമ്മുടെ ഫയൽ നെയിം, അതായത് നമ്മുടെ ബാക്കപ്പ് ഫയൽ നെയിം ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് അതിൻ്റെ സൈസ് കാണിക്കുന്നുണ്ട്, ലാസ്റ്റ് ചേഞ്ച്ഡ് ഡേറ്റും കാണിക്കുന്നുണ്ട്. ഓക്കെ, ലാസ്റ്റ് ചേഞ്ച്ഡ് ഡേറ്റും കാണിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബാക്കപ്പ് ഫയൽ. ഈ ഒരു ഫയൽ നമുക്ക് വേറെ ഏത് ഡെസ്റ്റിനേഷനിലേക്ക് വേണമെങ്കിലും ഇവിടുന്ന് മൂവ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഫയലിനെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി ഒന്ന് കോൺഫിഗറേഷൻ മോഡിലേക്ക് പോവാം. അപ്പോൾ ഇങ്ങനെയാണ് ഫയൽ ബാക്കപ്പ് എടുക്കുന്നത്. കോൺഫിഗറേഷനിലേക്ക് നമുക്ക് ഓക്കെ, കോൺഫിഗറേഷൻ മോഡിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഉള്ള കോൺഫിഗറേഷനെ, ഈ സ്വിച്ചിലുള്ള കോൺഫിഗറേഷനെല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്യാൻ പോവാം. ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഫയൽ വെച്ചിട്ട് ബാക്കപ്പ് എടുക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഡിലീറ്റ് എന്ന് കൊടുത്ത് എൻ്റർ കൊടുത്ത്. ഓക്കെ, ഇപ്പോൾ ഒരു മെസ്സേജ് കാണിക്കുന്നുണ്ട്. ദിസ് വിൽ ഡിലീറ്റ് the entire configuration
ഡിലീറ്റ് എവറിത്തിങ് അണ്ടർ ദിസ് ലെവൽ. ഓക്കെ, അപ്പോൾ യെസ് കൊടുക്കുന്നുണ്ട്. യെസ്. ഈ സ്വിച്ചിൽ ഒരു കോൺഫിഗറേഷനും ഇല്ല. അത് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ഷോ പൈപ്പ് ലൈൻ ഡിസ്പ്ലേ സെറ്റ്. ഇപ്പോൾ നമുക്കിവിടെ കാര്യമായിട്ടൊന്നും ലിസ്റ്റ് ചെയ്യില്ല. ഓക്കെ, സോറി, ഡിസ്പ്ലേ സെറ്റ് ഇപ്പോൾ ഇവിടെ ഒന്നും ലിസ്റ്റ് ചെയ്യില്ല, കാരണം ഈ സ്വിച്ചിൽ കോൺഫിഗറേഷൻ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു കമ്മിറ്റ് അടിച്ച് നമുക്ക് കാണാം. ഇവിടെ നോക്കിയാൽ കാണാം കനോട്ട് കമ്മിറ്റ് ആൻഡ് എം ടി കോൺഫിഗറേഷൻ. അപ്പോൾ കാര്യമായിട്ട് ഈ സ്വിച്ചിൽ ഒരു കോൺഫിഗറേഷനും ഇല്ല. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ബാക്കപ്പ് ഫയൽ വെച്ചിട്ട്, അതായത് ഇവിടെ കണ്ട ഈ ബാക്കപ്പ് ഫയൽ വെച്ചിട്ട് ഈ സ്വിച്ചിനെ തിരിച്ച് ബാക്കപ്പ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡാണ് ലോഡ്. നമ്മൾ സെറ്റ് ഫോർമാറ്റിലാണ് ബാക്കപ്പ് എടുത്തത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലോഡ് സെറ്റ് എന്ന് തന്നെ കൊടുക്കണം. ഓക്കെ, സെറ്റ് ഫോർമാറ്റ് ആയതുകൊണ്ട് ലോഡ് സെറ്റ്. ഇനി പാത്ത്, ഏത് പാത്തിലാണോ നമ്മൾ ഫയൽ കോപ്പി ചെയ്തതെന്നുള്ള, അപ്പോൾ /var ഇനി /temp. ഇനി നമ്മുടെ ഫയൽ നെയിം, അതായത് ബാക്കപ്പ് 1 എന്നുള്ള. ഓക്കെ, ബാക്കപ്പ് 1. ഇനി ഞാൻ ജസ്റ്റ് എൻ്റർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം ലോഡ് കംപ്ലീറ്റ്. ഓക്കെ, ഇനി ഞാനൊന്ന് കമ്മിറ്റ് കൊടുക്കുന്നുണ്ട്. കമ്മിറ്റ്. ഓക്കെ, ഇവിടെ നോക്കിയാൽ കാണാം കമ്മിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് നേരത്തെ സെയിം കമാൻഡ്, അതായത് ഷോ പൈപ്പ് ലൈൻ ഡിസ്പ്ലേ സെറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ എല്ലാ കോൺഫിഗറേഷനും തിരിച്ച് പഴയ പോലെ ബാക്കപ്പ് ആയത് കാണാം. ഓക്കെ, ഇങ്ങനെയാണ് ടെക്സ്റ്റ് ഫോർമാറ്റിൽ, സെറ്റ് ഫോർമാറ്റിൽ ഒരു ജുനിപ്പർ ഡിവൈസിൻ്റെ ബാക്കപ്പ് എടുക്കുന്നതും തിരിച്ച് ആ ബാക്കപ്പിനെ ലോഡ് ചെയ്യുന്നതും. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കിയാൽ കാണാം എല്ലാ കോൺഫിഗറേഷനും തിരിച്ച് പഴയ പോലെ ബാക്കപ്പ് എടുത്തിട്ടുണ്ട്. ഇവിടെ കാണാം സെറ്റ് VLAN ഇൻഫർമേഷൻ കാണാം, അതുപോലെ നമ്മുടെ IRBയിലുള്ള IP കാണാം, പിന്നെ അതുപോലെ എല്ലാ ഇൻ്റർഫേസിനും VLAN ടാഗ് ചെയ്തത് കാണാം. ഓക്കെ, പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്വിച്ചിൻ്റെ ഹോസ്റ്റ് നെയിം കാര്യങ്ങളെല്ലാം കാണാം. അപ്പോൾ ഇങ്ങനെയാണ് സെറ്റ് ഫോർമാറ്റിൽ നമ്മൾ ബാക്കപ്പ് എടുക്കുന്നതും തിരിച്ചൊരു ജുനിപ്പർ ഡിവൈസിലേക്ക് ആ എടുത്ത ബാക്കപ്പ് ഫയലിനെ ലോഡ് ചെയ്യുന്നതും. ഓക്കെ.